ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കാരുണ്യ പ്രവർത്തനങ്ങളെയെല്ലാം ഏകോപിപ്പിക്കുന്ന സാമൂഹിക സേവന വിഭാഗമാണ് ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി ചാസ്. പുണ്യശ്ലോകനായ ദേവദാസന്മാർ മാത്യു കാവുകാട്ട് പിതാവിന്റെ കാലോചിതമായ ദീർഘവീക്ഷണത്തിന്റെയും അവശ്യരോടുള്ള കരുതലിന്റെയും നേർസാക്ഷ്യമാണ് 1966 സ്ഥാപിതമായ ഈ സ്ഥാപനം. 60ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ചാസ് സമൂഹത്തിനായി 3 പുതിയ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. പദ്ധതികൾ വിശദീകരിക്കുകയാണ് ചാസ് ഡയറക്ടർ. ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി ചാസ് അതിൻ്റെ നിരവധിയായ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളോടൊപ്പം ഈ വർഷം പുതുതായി 3 പ്രധാന പ്രോജക്റ്റുകൾ ലോഞ്ച് ചെയ്യുക. ഒന്നാമത്തത് സുരക്ഷിതമായ കുടിവെള്ളം, സോയ് ഡ്രോപ്സ് എന്ന പേരിൽ മിനറൽ ബോട്ടിൽഡ് വാട്ടർ മിതമായ നിരക്കിൽ ആളുകളിലേക്ക് എത്തിക്കുന്നു. രണ്ടാമത്തത് ടൂർസ് ആൻഡ് ട്രാവൽസ്. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ടുള്ള സംവിധാനം. മാർപ്പാപ്പായുടെ വലിയ ആഹ്വാനം അങ്ങേക്ക് സ്തുതി എന്ന മനോഹരമായ ചാക്രിക ലേഖനത്തിലൂടെ ഈ പ്രകൃതി എത്രമാത്രം സംരക്ഷിക്കണമെന്ന് പാപ്പ ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം ഇത് ലോകത്തിൻ്റെ ആവശ്യമാണ്. പ്രകൃതിയെ സംരക്ഷിക്കുക, അതുമാത്രമല്ല കാലാവസ്ഥയെ സംരക്ഷിക്കുക. അതിനോട് ചേർന്ന് കേന്ദ്ര സർക്കാരിൻ്റെ വലിയ പ്രോജക്റ്റുകളും പദ്ധതികളും ഇതിൻ്റെ ഭാഗമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ആ വലിയ പദ്ധതിയോട് നെറ്റ് സീറോ കാർബൺ ആ പ്രോജക്റ്റിനോട് ചാസ് കൈകോർക്കുന്നു. 78,000 രൂപ സബ്സിഡി സർക്കാർ നൽകുന്നുണ്ട്. അതിനോട് ചേർന്ന് എല്ലാ ഭവനങ്ങളിലും സോളാർ സിസ്റ്റം ഇൻസ്റ്റോൾ ചെയ്യാൻ ചാസ് പ്രവർത്തനം ആരംഭിക്കുകയാണ്. ചാസ് ആരംഭിച്ചിരിക്കുന്ന ഈ സോളാർ പ്രോജക്റ്റിൻ്റെ പേര് സോൾവിറ്റ എന്ന. ചാസ് വിവിധ ഏജൻസികളുമായി കൈകോർക്കുന്നു. സവിറ്റർ, എൽസോൾ തുടങ്ങിയ ഏജൻസികളുമായി കൈകോർത്താണ് ഈ വലിയ പ്രോജക്റ്റ് നടപ്പിലാക്കുക. നിങ്ങളേവരുടെയും വലിയ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ചാർജ് ഏതൊരു സാധാരണക്കാരനെയും ഏറെ പ്രതിസന്ധിയിലാക്കുന്നു. ഇതിനൊരു പരിഹാരം എന്ന വിധത്തിൽ ചാസ് അവതരിപ്പിക്കുന്ന പുതിയ പദ്ധതിയാണ് സോളാർ പദ്ധതിയായ സോൾവിറ്റ. സോൾവിറ്റയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് ചാസ് പ്രോജക്ട് ഓഫീസർ ഡെൽന. ഒറ്റത്തവണ മുതൽ മുടക്കിലൂടെ അടുത്ത 30 വർഷത്തേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ സൗജന്യമായ വൈദ്യുതി ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചാസ് സോൾവിറ്റ സോളാർ പ്രോജക്റ്റ് എന്ന പേരിൽ ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പദ്ധതിയിലൂടെ സോളാർ പ്ലാന്റ് അവരവരുടെ വീടുകളിൽ സ്ഥാപിക്കുന്നവർക്ക് ചാസ് നൽകുന്ന ഒരു ഉറപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരു വിധത്തിലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല. അതായത് മറ്റ് പേപ്പർ വർക്കുകളുണ്ട്, സബ്സിഡി അല്ലെങ്കിൽ ബാങ്ക് ലോൺ, അതുമല്ലെങ്കിൽ KCB-യുമായിട്ട് ബന്ധപ്പെട്ടുള്ള പേപ്പർ വർക്കുകളുണ്ട്. അങ്ങനെ തുടങ്ങിയ എല്ലാ പേപ്പർ വർക്കുകളും ചെയ്യാനായിട്ട് ഇപ്പോൾ തന്നെ ചാസിൽ നമ്മളൊരു ടീമിനെ സജ്ജമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ വീടുകളിൽ മാതാപിതാക്കൾ ഒറ്റയ്ക്കേ ഉള്ളൂ, അവർക്കിത് ചെയ്യാനായിട്ട് ഇതിൻ്റെ പുറകെ നടക്കാനായിട്ട് പറ്റില്ല എന്നൊരു കാരണം കൊണ്ട് നമ്മളിത് വേണ്ട എന്ന് വെക്കേണ്ട ആവശ്യമില്ല. കാരണം ചാസിൽ നിന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ആളുകൾ നിങ്ങളെ സമീപിക്കുന്നതാണ്. ജസ്റ്റ് ഒരു ഒപ്പിടുക എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉണ്ടാവുന്നത്. ചാസിൻ്റെ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സർവീസ് തന്നെയാണ്. കൂടാതെ നമ്മൾ തരുന്ന കുറച്ച് അഷുറൻസുകൾ കൂടെയുണ്ട്. ഒന്നാമത്തേതായിട്ട് നമ്മൾ ഇൻഷുർ ചെയ്തിട്ടാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. നമ്മുടെ ഈ പദ്ധതി നാച്ചുറൽ കലാമിറ്റീസ്, മിന്നൽ, ഇടി തുടങ്ങിയ നാച്ചുറൽ കലാമിറ്റീസിൽ നിന്ന് നമ്മൾ ഈ സോളാർ പവർ പ്ലാന്റിനെ നമ്മൾ ഇൻഷുറൻസിനോടുകൂടി സുരക്ഷിതമാക്കിയിട്ടുണ്ട്. അത് കൂടാതെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വാറണ്ടികളാണ്. വാറണ്ടികൾ എന്ന് പറയുമ്പോൾ സോളാർ പാനലിനും അതുപോലെ തന്നെ ഇൻവേർട്ടറിനും നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് വരുന്നത്. സോളാർ പാനലിന് വരുന്നത് 12 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ആണെങ്കിൽ ഇൻവേർട്ടറിന് വരുന്നത് 10 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ്. ഇത് കൂടാതെ സോളാർ പാനലിൻ്റെ പെർഫോമൻസ് വാറണ്ടി വരുന്നത് 30 വർഷമാണ്. ഒരുപാട് സാധ്യതകളും വലിയ ലാഭവും നേടാൻ സാധിക്കുന്ന സോൾവിറ്റ എന്ന ഈ സോളാർ പദ്ധതിക്ക് സബ്സിഡിയും ലോണും ഉൾപ്പെടെ അനേകം ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ട്. ഇവയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് ചാസ് ടീം ലീഡർ ബാബു ജോസഫ്. വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ബില്ലാണ് നമ്മളെ ഏവരെയും അലട്ടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. കഴിഞ്ഞ 3-4 വർഷം മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടിയോളം തുക നമ്മളിന്ന് വൈദ്യുതി ബില്ലിന് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 10 മുതൽ 15% വരെ വൈദ്യുതി ബില്ലിൽ എല്ലാ വർഷവും വർധനമുണ്ടാകുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന ചൂട് മറ്റും വൈദ്യുതി ഉപയോഗത്തിൽ വളരെയേറെ വർധനവും വരുത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സോളാർ വൈദ്യുതി മാത്രമാണ് നമുക്കിന്ന് ആശ്രയിക്കാവുന്ന ഏക കാര്യം.
ഏകദേശം 30 വർഷത്തോളം ദീർഘമായുള്ളൊരു പദ്ധതിയാണ് സോളാർ പദ്ധതി എന്ന് പറയുന്നത്. അതിലാദ്യത്തെ 5 വർഷം കൊണ്ട് തന്നെ നമ്മൾ മുടക്കുന്ന മുതൽ നമുക്ക് തിരികെ ലഭിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരു വലിയ മുതൽ മുടക്ക് ആവശ്യമായി വരുമെന്നുള്ളൊരു ധാരണയിലാണ് പലരും സോളാർ പദ്ധതിയിലേക്ക് പ്രവേശിക്കുന്നതിന് മടിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ചെറിയ മുതൽ മുടക്ക് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു സൗരോർജ പദ്ധതിയിൽ ഉൾപ്പെടുന്നതിന് സാധിക്കും. ഏകദേശം 25,000 രൂപ നമ്മൾ എങ്കിലും മുടക്കാനായിട്ട് ആദ്യം സാധിക്കുന്നവർക്ക് ഈ പദ്ധതിയിൽ ചേരുന്നതിന് സാധിക്കുന്നുണ്ട്. 1 കിലോവാട്ട് മുതൽ ഉള്ള പദ്ധതി സൗരോർജ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 78,000 രൂപയോളം നമുക്ക് ഗാർഹിക പദ്ധതിയിൽ സബ്സിഡിയായി ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കും. ഒരു ചെറിയ തുക നമ്മൾ ലോൺ എമൗണ്ടായിട്ട് അടച്ചാൽ നമുക്ക് ഈ പദ്ധതി വൈദ്യുതി ബില്ല് അടയ്ക്കുന്ന ഇതിന് തുല്യമായ ഒരു തുകയിൽ നമുക്കിത് ചേരുന്നതിന് സാധിക്കും. 2 ലക്ഷം രൂപ വരെ ലോൺ ആവശ്യമുള്ളവർക്ക് 7% പലിശയിൽ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും ലോൺ സൗകര്യം നമ്മൾ ഏർപ്പെടുത്തുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് സെക്യൂരിറ്റിയുടെ ഒന്നും ആവശ്യമില്ല. സിബിൽ സ്കോർ പ്രശ്നങ്ങളുള്ളവർക്കും നമ്മളത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പദ്ധതിയിൽ ചേരാൻ ആഗ്രഹം ഉള്ളവർ ചാസിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചാസിൻ്റെ ഓഫീസിൽ നിന്ന് ചെയ്തു തരുന്നതായിരിക്കും.